വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇവിടെ ഒരു സംഭവമുണ്ട്, എന്താണെന്നറിയില്ല, ഞാനൊന്ന് നോക്കട്ടെ. വിമാനത്തിൻ്റെ ആകൃതിയിലെ റെസ്റ്റോറൻ്റ് ആണ്. വിമാനം തന്നെയാണല്ലോ ഇത്. വിമാനത്തിന് ആകെ റെസ്റ്റോറൻറ്റ് കേട്ടോ, വിമാനം തന്നെയാണ്. വിമാനത്തിന് അവർ റെസ്റ്റോറൻ്റ് ആക്കി മാറ്റിയതാണ്. സംഭവം അടിപൊളിയാണുള്ളത്. ഞാൻ ജസ്റ്റ് അങ്ങോട്ട് പോയി കാണിച്ചു തരാം. ഓക്കെ, നമുക്ക് അതിൻ്റെ ഉള്ളിൽ പോവാം. ഞാൻ ചോദിച്ചു, അവർ പറഞ്ഞു ഉള്ളിലേക്ക് പൊക്കോന്ന് പറഞ്ഞു, കുഴപ്പമില്ലാന്ന് പറഞ്ഞു. അപ്പം ഇതാണ് വിമാനത്തിൻ്റെ എൻട്രൻസ് എന്ന് പറഞ്ഞത്. ഇത് ഭയങ്കര സ്റ്റെപ്പ് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. അവിടെ ശരിക്കും എഞ്ചിൻ ഇല്ല കേട്ടോ. എഞ്ചിൻ്റെ അവിടെ സ്റ്റിക്കർ പിടിച്ചിട്ട് എഞ്ചിനൊക്കെ ഇവർ അയച്ചെടുത്തിട്ട് ബോഡി മാത്രമേ ഉള്ളൂ. വാവ്, റെസ്റ്റോറൻറ്റ് കേട്ടോ, വിമാന റെസ്റ്റോറൻറ്റ്. അയ്യോ, കോക്ക്പിറ്റൊക്കെ ഉണ്ടല്ലോ. ഹലോ, കോക്ക്പിറ്റിൽ ആരുമില്ലേ? ഈ എൻ്റെ മോൻ ആദ്യമായിട്ട് വിമാനത്തിൻ്റെ കോക്ക്പിറ്റ് കയറുന്നത്. നോക്കി നിങ്ങൾ, എങ്ങനെയുണ്ട്? സൂപ്പർ. വിമാനത്തിൻ്റെ കോക്ക്പിറ്റാണ് നമ്മൾ കാണുന്നത്. ഈ ലിവർ ഇങ്ങനെ പൊക്കും താക്കും ചെയ്യുമ്പോഴാണ് വിമാനം പൊങ്ങുന്നത് കേട്ടോ. ഞാനതെല്ലാം ഇരുന്നോക്കട്ടെ. എയർ ഹോസ്റ്റസ് ചായ കൊണ്ടുവരൂ, എയർ ഹോസ്റ്റസ് പരിപ്പൊടിയും ചായ കൊണ്ടുവരൂ. മെയ്ഡേ 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 എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ വീഴാൻ പോകുന്നുണ്ട് അർത്ഥം. മെയ്ഡേ എന്ന് വെച്ചാൽ നമ്മൾ വീഴാൻ പോകുന്നത്. ആദ്യമായിട്ട് വിമാനത്തിൻ്റെ കോക്ക്പിറ്റിലൊക്കെ കയറുന്നത്. ഈ ലിവർ ഉണ്ടോ ഇതിങ്ങനെ ചേങ് ചിങ് ചേങ് ചിങ് ഉണ്ടോ, ഇതിങ്ങനെ പിടിച്ച് മോടും താഴോക്കുമ്പോൾ വിമാനം പൊന്തും. പിന്നെ ഇവിടെ എന്തൊക്കെയോ ഉണ്ട്. ഇതൊക്കെ പഠിക്കണമെങ്കിൽ ലക്ഷങ്ങൾ കൊടുത്തിട്ട് ഏവിയേഷൻ പഠിക്കാൻ പോകണം. കാരണം ഓസിക്കൊന്നും പഠിപ്പിച്ചല്ല. പക്ഷെ എന്നാലും പണ്ട് റാംബോ സിനിമയിലും കണ്ട് പഠിച്ചത് മിസൈലല്ലേ വേറെന്തോ. ഇവിടെ എന്തോ സംഭവങ്ങളുണ്ട്. പിന്നെ ഒന്ന് മാത്രം അറിയാം, ഇവിടെ ലിവർ ഉണ്ടാവും. ആ ലിവർ ഇങ്ങനെ പൊക്കുമ്പോൾ വിമാനം ഇങ്ങനെ പൊന്തുന്നത് താഴ്ന്നൊക്കെ ചെയ്യുന്നത്. മൊത്തത്തിൽ അടിപൊളിയായിട്ട് നല്ല കൺസെപ്റ്റ് ആയിരിക്കും. പിന്നെ ഇനി നമ്മൾ റെസ്റ്റോറൻറ്റ് ഉൾവശം കാണിച്ചിട്ടാം. ശരിക്കും നല്ലൊരു കൺസെപ്റ്റാണ് ഇത്. വലിയ വിമാനമാണ്, ചെറുതല്ല. ഒരു 3 റോ ഒക്കെ വരുന്ന ടൈപ്പാന്ന് തോന്നുന്നു കേട്ടോ. ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ഗ്ലാസ് ഇതൊക്കെ ഉണ്ട്. സാധാരണ ആൾക്കാർ ഇരിക്കുന്ന അതൊക്കെ ഒഴിവാക്കിയിട്ട് അവരിവിടെ റെസ്റ്റോറൻറ്റ് പണിതിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇത് ഉപയോഗിക്കാതെ വെച്ച എന്നുവെച്ചാൽ എക്സ്പയർ ആയ ഫ്ലൈറ്റില്ലേ, ആ ഫ്ലൈറ്റിനെ കൊണ്ടുവന്ന് പണിതാൻ തോന്നുന്നുണ്ട്. അതല്ല, ഫ്രണ്ട് മാത്രം വിമാനത്തിന്, ബാക്കി ബോഡി ഇവർ പണിതാണെന്ന് എനിക്ക് സംശയമുണ്ട് കേട്ടോ. മൊത്തത്തിൽ കാരണം ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടുന്നില്ല. കോവിഡ് ആയതുകൊണ്ടാണെന്ന് അറിയില്ല ആളില്ലാത്തത്. ഹലോ ഹലോ, ആരുമില്ല. കോവിഡ് ആയതുകൊണ്ട് ഇവിടെ ആൾക്കാരൊന്നും ഇല്ല കേട്ടോ. അടിപൊളി, നല്ല കാഴ്ച, നല്ലത്. ശരിക്കും നമ്മുടെ നാട്ടിൽ വരണമായിരുന്നു. കാരണം നമ്മുടെ നാട്ടിൽ നമ്മൾ ഫാമിലിയായിട്ടൊക്കെ നമ്മൾ പോയിട്ട് അല്ലേ, എത്ര ആൾക്കാർ പോകുന്നവരോ. എല്ലാ സ്ഥലത്തും അങ്ങനെയാണ്. എന്തെങ്കിലും പുതിയൊരു സംഭവം വന്നാൽ ഒരു മാസം ഫുൾ ആൾക്കാർ തിരക്കുക. പിന്നെ ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവർ ആ ഒരു ഏരിയയിൽ ഉണ്ടാവില്ല. അതങ്ങനെ റോബോട്ട് ഹോട്ടൽ വന്നപ്പോഴും എല്ലാം വന്നപ്പോഴും ഞാൻ മനസ്സിലാക്കിയ കാര്യം, ആൾക്കാർക്ക് ഫസ്റ്റ് തന്നെ ഒരു ക്യൂരിയോസിറ്റിൻ്റെ പുറത്ത് അവർ എല്ലായിടത്തും പോകും. അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ തീർന്നു. ഓക്കെ, അപ്പം ഒരു സെൽഫി. ഇതാണ് വിമാനത്തിൻ്റെ ഹോട്ടൽ. പിന്നെ ഞാനിപ്പോൾ നിൽക്കുന്നൊരു ഏരിയ ഇതാണ് കേട്ടോ. ഇതാണ് ഏരിയ. നമ്മുടെ ബൈക്ക് അവിടെ ഉണ്ട്. ഓക്കെ, നമുക്ക് വിടാം. നമുക്ക് അങ്ങ് എത്തേണ്ടതാ. തണുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വിടാം. പോകുന്നതിന് മുമ്പ് ഇതിൻ്റെ താഴത്തെ വശം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് ടയറാണ്, മൊട്ട ടയറാണ്. മൊട്ട കണ്ടോ, പഞ്ചറായ ടയറാണ്. മുകളിൽ കണ്ടോ, ഇവിടെ ഇതിൻ്റെ ഉള്ളിലാണ് ടയർ പൊന്തിയിൽ പോകേണ്ടത്. അത് ടയർ പൊന്തി പോകണിട്ട് അവർ AC ഫിറ്റാക്കിയിട്ടുണ്ട്, ജനറൽ AC. ഏതാ പറഞ്ഞാൽ എഞ്ചിനില്ല, എഞ്ചിൻ അവർ അഴിച്ചിന്. എഞ്ചിന് പോയാൽ അവിടെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ.
നല്ലൊരു സംഭവം ഇത്. ഒരു പഴയ സെക്കൻഡ് ഹാൻഡ് വിമാനം വാങ്ങുമോ, പാഴ്സെല്ലാം വിറ്റിട്ട് ലോക്കൽ ഈ പീസ് മാത്രം വെക്കും. ഇത് എനിക്കൊന്ന് വളരെ പഴയത്, പക്ഷെ വലിയതാണ്. 777 ആണെന്ന് നമുക്ക് സംശയമുണ്ട് ബോയിങ്ങിൻ്റെ. പിന്നെ അവിടെ പഴയ കാറൊക്കെ ഉണ്ട് കേട്ടോ, നീല കാറൊക്കെ ഉണ്ട് അവിടെ. ഇപ്പോൾ ഓരോ രാജ്യങ്ങളിലും ഭക്ഷണം എന്ന് പറയുന്നത് റെസ്റ്റോറൻറ്റ് ആയാലും കസ്റ്റമർ പിടിക്കുന്ന ഓരോ സ്റ്റൈലാണ്. ഞാൻ പഠിച്ച കാര്യം പറയുന്നത്. ഇപ്പോൾ ഇറാഖിലേക്കോട്ട് നമ്മളെ ബുച്ചറിൻ്റേത് അതുപോലെ ഒക്കെ അവരുടെ സ്റ്റൈലാണ്. ഓരോരോ ആൾക്കാർ അവരുടെ കട്ടിങ് സ്റ്റൈലിൽ കാണും. തുർക്കിയിൽ ഒരുപാടുണ്ട് സ്റ്റൈലുള്ളത്. പിന്നെ ദുബൈയിലൊക്കെ ആണെങ്കിൽ ഓരോ റെസ്റ്റോറൻറ്റും അവരുടെ തന്നെ സ്പെഷ്യലായിട്ട് ഏതെങ്കിലും ഒരു റെസിപ്പി ഉണ്ടാവും. ഏതെങ്കിലും ഒരു റെസിപ്പി ഓരോ റെസ്റ്റോറൻറ്റിൽ മാത്രം കിട്ടുന്നുണ്ടാവും. കേരളത്തിലാണെങ്കിൽ ഏറ്റവും ടോപ്പിൽ നല്ല പേരുകൾ, ആമിനത്താൻ്റെ ചായക്കട, അല്ലെങ്കിൽ പിന്നെ അപ്പൂപ്പൻ്റെ കട, അമ്മച്ചിൻ്റെ കട, പേരിലാണ് മലയാളികൾ കസ്റ്റമർ പിടിക്കാൻ നോക്കുന്നത്, അല്ലാണ്ട് വിഭവങ്ങളിലല്ല. പക്ഷെങ്കിൽ ചുരുക്കം ചില റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് നല്ല ഫിഷും ഒക്കെ സ്പെഷ്യലായിട്ട് വരുന്നത്. പോവാ. ഞാനിപ്പോൾ ഇവിടെ പെട്രോൾ അടിക്കാനാണ് നിർത്തിയിട്ടുള്ളത്. ഫുൾ ടാങ്ക് 95. യാ ഫുൾ ഗുഡ്. ഓക്കെ. ആടുന്ന് നമ്മൾ എന്താ പറയുക 17 റുപ്യൻ്റെ എണ്ണ അടിച്ചിട്ട് 150 കിലോമീറ്റർ എത്തുന്നതിന് മുമ്പ് ഒരു കട്ടയേ ഉള്ളൂ. ഇതെന്താ സാധനം? എന്തേത് അജ്മീറിലെ ചെമ്പ, എത്ര ഇട്ടാലും തേയാത്ത സാധനം. ഇതെന്താ മോനെ ഇത്? ഇങ്ങനെയൊക്കെ കുടിക്കാൻ പോയിട്ടുണ്ടോ നീ? എന്നെ പാപ്പരാക്കും. ഒരു ദിവസം 1000 റുപ്യനാണ്, എല്ലാ ദിവസവും അടിച്ചാൽ ഒരു മാസം ഞാൻ 30,000 റുപ്യ എണ്ണ ഒരു പഠിച്ചോനെ. സംഭവം പണികളാണ്. കാരണം ഒന്ന് ഈ പറഞ്ഞ പോലെ ഫ്യൂവൽ എനിക്ക് തോന്നുന്നു ഇതിനിപ്പോൾ 10 ലിറ്റർ 12 ലിറ്റർ അടിച്ചിട്ടുള്ളൂ. 12 ലിറ്റർ അടിച്ചാണ് ഞാൻ 150 കിലോമീറ്റർ പോയത്, 150. അപ്പോൾ എനിക്ക് തോന്നുന്നത് കറക്റ്റാണ് കേട്ടോ. ഒരു 15 കിലോമീറ്ററൊക്കെ മൈലേജ് കിട്ടും തോന്നുന്നു ഇതിന്. രണ്ടാമത്തെ പണി എന്താ വെച്ചാൽ എൻ്റെ ഈ ഗോപ്രോയില്ലേ, ഇതിൻ്റെ ബാറ്ററി നിൽക്കുന്നില്ല. ഇപ്പോൾ 100% ഫുൾ ചാർജ് ഉണ്ട്. പക്ഷേ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് റെക്കോർഡ് ചെയ്യുമ്പോൾ അത് തീർന്നു പോകും. എനിക്ക് തോന്നുന്നത് ഇന്നലത്തെ ആ പരിപാടീൻ്റെ ഇടയിൽ മീൻസ് മഴയെല്ലാം കൊണ്ടിട്ട് എൻ്റെ മൈക്ക് അഡാപ്റ്റർ ഡാമേജ് ആയതിനൊന്നും സംശയമുണ്ട്. പക്ഷേ ഞാനൊരു സ്പെയർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, ഇപ്പോൾ എൻ്റെ വോയിസ് നല്ല ക്ലാരിറ്റി ഉണ്ട്. പക്ഷേ എൻ്റെ നാട്ടിൽ ഗോൾഡ് വിങ്ങിൻ്റെയും മറ്റേ ട്രയംഫിൻ്റെ ഒക്കെ ലാസ്റ്റ് ഇട്ട് വീഡിയോസ് തീരെ ക്ലാരിറ്റി ഇല്ലായിരുന്നു. അതിൻ്റെ കാരണം എൻ്റെ മൈക്ക് അഡാപ്റ്റർ അടിച്ചു പോയതാണ്. ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല. ഒരു ദിവസം ഞാൻ വെറുതെ സെറ്റിങ്സ് കയറി നോക്കുമ്പോഴാണ് മനസ്സിലായി മൈക്ക് അഡാപ്റ്റർ വർക്കാകുന്നില്ല എന്നുള്ളത്. ഇപ്പോൾ 2 എണ്ണം വാങ്ങി ദുബായിന്ന്. ഒരെണ്ണത്തിന് 5000 റുപ്യ ഉണ്ട്, 2 എണ്ണത്തിന് 10,000 റുപ്യ. പക്ഷെ അതില്ലെങ്കിൽ നടക്കില്ല. കാണും നിങ്ങൾക്കിപ്പോൾ നല്ല ക്ലാരിറ്റി ആയിട്ട് വോയിസ് കേൾക്കുന്നില്ല. അത് അതുകൊണ്ടോ ആ സാധനം ഉള്ളതുകൊണ്ടോ പോവാം. ഇത് കണ്ടിടത്തോളം വലിയൊരു സിറ്റിയാണ്. ടെക്കീർ ഡാങ്ക് എന്നാണ് കണ്ടതിൻ്റെ പേര്. ഞാൻ മാപ്പിൽ നോക്കിയിരുന്നു. ടെക്കീർ ഡാഗ് കേട്ടോ. അതായത് ഇവിടെ സ്പെല്ലിംഗ് കണ്ടോ, TEKIRDAG, ടെക്കീർ ഡാഗ്. അങ്ങനെ പറയുന്നൊരു സിറ്റിയായത്. പക്ഷെ ആരും പുറത്ത് കാണാനുണ്ടോ മനുഷ്യരൊന്നും, എല്ലാം കാലിയാണ്. നല്ല ഡെവലപ്മെൻ്റാണ്. ഡെവലപ്മെൻ്റ് കാര്യത്തിൽ വലിയ കോംപ്രമൈസൊന്നും ഇല്ലാന്ന് തോന്നുന്നു. പിന്നെ ഇവിടെയൊക്കെ മഞ്ഞുണ്ട്. റോഡ് സൈഡിൽ മഞ്ഞിൻ്റെ കട്ട കിടക്കുന്നതാണ്. ഇപ്പോൾ അടുത്ത് ഇവിടെ സ്നോഫോൾ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു. അല്ലാണ്ട് ആ മഞ്ഞ് അലിയേണ്ട സമയം കഴിഞ്ഞു. ഇത്രയും നേരം വെയിലുണ്ടായിട്ടും ചില സ്ഥലങ്ങളിലൊക്കെ മഞ്ഞിൻ്റെ കട്ടയില്ല. കട്ട അങ്ങനെ തന്നെ കിടക്കുന്നതാണ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. എല്ലാ സ്ഥലത്തും പെഡസ്ട്രിയൻസിന് പോകാൻ വേണ്ടിയിട്ട് പാസേജ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ അഴയിലെ കൂടി ധൈര്യത്തോടെ 140 150 ഇങ്ങനെ കത്തിച്ച് പിടിക്കാം. കാരണം ഒരു വണ്ടിയോ അല്ലെങ്കിൽ ഒരു ആനിമൽസോ ഒന്നും വരില്ല. റോഡ് കംപ്ലീറ്റ് ക്ലോസ് ആവും.
ഓക്കെ നിങ്ങൾ നല്ല അടിപൊളി എന്ന് വെച്ചാൽ പരന്ന പ്രദേശമാണ്. അതിൻ്റെ ഇവിടെ കടലുണ്ട്, ഈ സൈഡായിട്ട് കടൽ കാണാം നമുക്ക്. ഇപ്പുറം മലനിരകളാണ്, പിന്നെ അവിടെ കാറ്റാടി മരങ്ങളുണ്ട്, പച്ചപ്പ്, ചെറിയ ചെറിയ വീടുകൾ, നല്ല നല്ല ഫീൽ ഉണ്ട് കാണുമ്പോൾ. ഒഴുകി ഞാൻ പോകുന്ന സ്പീഡുണ്ട് നിങ്ങൾ 142, 150, 180 ഇങ്ങനെയൊക്കെയാണ് പോകുന്നത്. പക്ഷേ അറിയുന്നില്ല ഈ വണ്ടിയിൽ. എനിക്ക് സംശയമുണ്ട് ഇവർ മീറ്റർ സ്പീഡ് കൂട്ടിയിട്ടുണ്ട്, കാരണം ഞാൻ അറിയുന്നില്ല സ്പീഡൊന്നും. ഇത് 150 150 പോകും. ഞാൻ ടേണിങ്ങല്ല ഒരു ആക്സിഡൻറ്റ് കുറക്കാണ് 150 കുറക്കുന്നത്, പക്ഷേ ഈ വണ്ടിയിൽ അറിയുന്നില്ല. ജസ്റ്റ് ഇവിടെ നിർത്തിയാണ്, ഒന്ന് നടു ലെവലാക്കാൻ വേണ്ടി നിർത്തിയത് കേട്ടോ. ഓക്കെ, വേറൊന്നുമില്ല. വണ്ടികളൊക്കെ പോകുന്നുണ്ട്, നല്ല തണുത്ത കാറ്റുണ്ട്, കാലാവസ്ഥ നല്ല കാലാവസ്ഥയാണ്. ഇവിടെ എല്ലാ സ്ഥലത്തും റോഡിൻ്റെ ഒക്കെ പണിയെടുക്കുന്നുണ്ട്. ഇവർ ശരിക്കും ഇപ്പോഴും ഇവിടെ കൺസ്ട്രക്ഷനൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഗവൺമെൻറ്റിൻ്റെ അടുത്ത് പൈസയൊക്കെ ഉണ്ട്, കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. കാരണം കൊറോണ ആയിട്ട് ഇവർക്ക് വലിയ എഫക്റ്റ് ആയിട്ടൊന്നും ഇല്ലയെന്ന് തോന്നുന്നത്. ടൂറിസ്റ്റാണ് ഇവരുടെ മെയിൻ ഇൻകം എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ടൂറിസ്റ്റുകളൊന്നും വരുന്നില്ല. ഇപ്പം നമ്മളെപ്പോഴത്തെ ആൾക്കാർ വന്നിട്ട് ഇനി വരണം. ഇപ്പം പോവല്ലേ, ഇനിയൊരു 80 കിലോമീറ്റർ ഉണ്ടാവും കേട്ടോ ഇവിടുന്ന്. ഓക്കെ, നമ്മളിപ്പം ചെനാക്കര എത്താറായി. ഇവിടെ കണ്ടോ നിങ്ങൾ ഒരു വലിയൊരു സാധനം, അത് ഒരു പാലം പണിയുന്ന തോന്നുന്നുണ്ട് കേട്ടോ. കാരണം ഇപ്പുറം പാലത്തിൻ്റെ ബീമൊക്കെ അടുപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, അക്കരയും കാണുന്നുണ്ട് ബീമൊക്കെ. നടുവിൽ ഇങ്ങനെ തൂക്കുപാലത്തിൻ്റെ 2 വലിയ തൂണ് കാണുന്നുണ്ട്. ഞാൻ കുറച്ച് അടുപ്പിച്ച് കാണിച്ചു തരാം. കണ്ടോ, ഇതെന്താ വരുന്നത്? ഇത് വരുന്നതെങ്കിൽ ഇതൊരു വലിയ സംഭവമായിരിക്കും. കാരണം അറിയോ, താഴെയല്ലേ കൂടെ കപ്പലെല്ലാം പോകുന്നുണ്ട്. അപ്പം കപ്പലിന് പോകാനുള്ള സ്പേസ് വെച്ചിട്ട് അത്രയും ഹൈറ്റിലാണ് ഇവർ പാലം പണിയുണ്ട്. ഓക്കെ, അവിടെ 2 തൂണുണ്ട്, അപ്പുറം പാലം പണി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഈ ഭാഗത്ത് ബീം വന്നിട്ടോ, ഇവിടെ ഇങ്ങനെ പാലം പോകാൻ വേണ്ടി അത്ര ഹൈറ്റിൽ. പിന്നെ തുർക്കിക്ക് പാലം തന്നെ വലിയ പുത്തിരൊന്നുമില്ല. ഇസ്താംബൂളിൽ തന്നെ ഒരു വലിയൊരു സാധനമുണ്ട്. എന്തൊക്കെയോ വരുന്നുണ്ട് കേട്ടോ. ഈ ഹൈറ്റിൽ പാലം വന്നാലും സുഖമായിട്ട് അക്കരെ പോവും. ടെക്നോളജി. അപ്പോൾ നമുക്ക് ഇതിലേക്കൂടി ഇങ്ങനെ പോകാൻ. ചെനക്കല അക്കരയാണ് വരുന്നത്. അക്കരെ എങ്ങനെ കടക്കണം എന്നെനിക്കറിയില്ല. അവിടെ മിക്കവാറും എന്തായാലും ഇവിടുത്തെ ആൾക്കാർ അക്കരയ്ക്കണം പോലെ വണ്ടി എടുത്തില്ല. അപ്പോൾ എന്തെങ്കിലും ജങ്കാറ എന്തെങ്കിലും ഉണ്ടാവും, നമുക്ക് അതിൽ കയറ്റി അക്കരയിലേക്ക് പോകാം. സമയം 6 മണിയാകാറ് കേട്ടോ. അപ്പം അക്കരെ സൂര്യനൊക്കെ അസ്തമിച്ചിട്ട് നല്ല ചുവന്ന കളറായിട്ടുണ്ട്. ഇവിടെ ഇപ്പം സിംഗിൾ ലൈനാണ് എന്ന് വെച്ചാൽ ഒരു റോഡേലും അപ്പുറം ഇപ്പുറമാണ് ഡിവൈഡ് വരുന്നത്. ഇടതുവശത്ത് കടലാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് നോട്ട് ബുക്കൊക്കെ വാങ്ങുമ്പം അതിൽ ഇങ്ങനത്തെ റോഡിൻ്റെ ഒക്കെ ഫോട്ടോ ഉണ്ടാവും. ഒരു സൈഡ് കടൽ, മഞ്ഞ കളർ അല്ലെങ്കിൽ ചുവന്ന കളറുള്ള മരങ്ങൾ, ഇതുപോലത്തെ റോഡ്, ചിലപ്പോൾ ചില ഭംഗിയുള്ള വീടുകൾ. ഈ അമ്പലപ്പറമ്പിലൊക്കെ നമ്മുടെ തെയ്യത്തിനൊക്കെ പോകില്ലേ, തെയ്യത്തിനൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ 1 രൂപയ്ക്ക് 2 രൂപയ്ക്ക് നമ്മളന്നേരം ചട്ടി കളിച്ചാൽ നമുക്ക് ഇതുപോലെ ഫോട്ടോസ് കിട്ടും. പക്ഷെ ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും ഒന്നും വിചാരിച്ചിരുന്നില്ല എനിക്കതൊക്കെ ഇങ്ങനെ നേരിട്ട് കാണാനൊരു ഭാഗ്യം ഉണ്ടാകുന്നു. ആ ഒരു ഓർമ്മ എനിക്ക് വരുന്നത്, ഞാൻ അസർബൈജാനിലെ ഗബലയിൽ പോകുമ്പം ഒരു മഞ്ഞ് കാലത്താണ് പോയത്. അപ്പോൾ അവിടെ ചുവന്ന ഇലകളൊക്കെ വീണ് കിടക്കുന്ന ഒരു ചെറിയൊരു കാട്ടിലൂടെ ഇങ്ങനെ വണ്ടി എടുത്ത് പോകുമ്പോൾ ഞാൻ ഇതേ ഡയലോഗ് പറഞ്ഞു. കാരണം അതേ മെമ്മറി എനിക്ക് തന്നെ. ഇവിടെയും ഇതിപ്പോൾ ആ കഴിഞ്ഞു വീടുകളൊക്കെ വന്നു, പക്ഷെ കുറച്ച് മുമ്പ് അങ്ങനത്തെ റോഡ് ഉണ്ടായിരുന്നു. ഇവിടെ ഒരു ടണലുണ്ട്, പക്ഷേ ദൂരെ നിന്ന് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി പണിതിരാത്ത ടണലാണെന്ന്. അപ്പം ഇതുവഴി ഇങ്ങനെ വളഞ്ഞ് പോകുന്നതിന് നല്ലത് അടുത്ത കൊല്ലം കണ്ട് വരുമ്പോൾ നമുക്ക് ഈ ടണൽ വഴി പോകാൻ പറ്റും. ടണലിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ വളഞ്ഞ് പോകുന്നില്ലേ, അതൊക്കെ ചിലപ്പോൾ ഈ മലേൻ്റെ ഉള്ളിലേക്ക് നേരെ തുറന്ന് നേരെ ഇട്ടതല്ലേ. അപ്പോൾ വളഞ്ഞു പോക്ക് ഒഴിവാക്കി കിട്ടും. ഈ മരങ്ങളുണ്ടോ, ക്രിസ്മസ് ട്രീ പോലത്തെ മരങ്ങൾ. ഞാൻ മാത്രമേ ഉള്ളൂ. ഈ റോഡും ഈ എന്താ പറയുക, ഈ കടലും ഈ മണ്ണെല്ലാം എൻ്റെ പേരിൽ എഴുത്തരാൻ പറഞ്ഞാലോ ആർക്കും വേണ്ട, ഞാനേ ഉള്ളൂടെ. കണ്ടിട്ട് ഇടത്ത് സൈഡ് ലോങ് കാണുന്നതാണ് ചെനാക്കിലെ സിറ്റി തോന്നുന്നുണ്ട്. കാരണം വലിയൊരു സിറ്റി അവിടെ കിടക്കുന്നുണ്ട്. എൻ്റെ മാപ്പൊന്നും ഇല്ല കേട്ടോ, മൊബൈലൊക്കെ ഓഫായിട്ട് കുറേ സമയമായി. ഞാൻ ബോർഡ് വായിച്ചിട്ടാണ് പോകണം. ഹൈവേന്നേ മൊബൈൽ ഓഫായിട്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടോ അറിയില്ല. ഞാൻ സൈൻ ബോർഡും വായിച്ചിട്ടാണ് ഞാൻ പോകുന്നത്.
ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ എത്തി. ഇവിടെ നിന്ന് ഫെറിയിലാണ് പോകേണ്ടത്. പക്ഷെ ഫെറി എവിടെ നിന്ന് കിട്ടുകയെന്നാണ് മനസ്സിലാത്തത്. ഇവിടെയാണോ അവിടെയാണോ എന്നറിയില്ല. MT അലറേഡ് എന്തൊക്കെയോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്നിപ്പോൾ ഗൂഗിൾ മാപ്പ് ചേരണം ഇങ്ങനെയുള്ള ലൊക്കേഷനിൽ. ഇതല്ല അപ്പുറം കേട്ടോ, അതാണ് ബോട്ട് ചെട്ടി. ഇങ്ങോട്ടേക്ക് പോകും. അവിടെ ബോട്ട് അങ്ങനെ വരുന്നുണ്ട്. ഫെറിയാണ്, ഫെറി കയറിയിട്ട് അപ്പുറം പോകണം നമുക്ക്. എന്ന് വെച്ചാൽ മനസ്സിലാകുന്ന ഭാഷ പറഞ്ഞാൽ ജങ്കാറില്ലേ, അതന്നെ. വണ്ടികളൊക്കെ കൊണ്ടുപോകുന്ന അക്കരയും English. On the right side parking ticket other office. Where is the ticket? Right side. There? Okay. So this is going Chanakale, huh? Chanakale. Okay. Pum. Marhaban. One motorcycle. Habibi. Evet abi. One motorcycle. Ben motosiklet. Plaka number. No. Yeah, okay. Wait. 41414. Huh? 41414. 114. 414. BG 414. Yeah. 41 BG 414. Yes. BG. Çift motor abi. Okay. 17. Okay. 17 കേട്ടോ. അപ്പുറത്തേക്ക് പോകാൻ ചാർജ് വരുന്നത്. $17 അക്കരേക്കുള്ള ചാർജ് വരുന്നത്. ശുക്രാൻ. കെസീബാത്ത്. അങ്ങനെ ഈ താങ്ക് യു പറഞ്ഞ ഒരിക്കലും ശരിയാവില്ല കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ സ്വന്തം ഫെറി. ഓക്കെ, അതാണ്. ഇത് ഒരാളുടെ നിന്ന് ഇവർ 20 വാങ്ങുന്നത്. അപ്പോൾ വണ്ടി അടക്കമാണ് 2.5 ഒരാൾക്കും 17 രൂപ 15 രൂപ അടുത്ത് ബൈക്കിനാണ് വാങ്ങുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഇവർക്ക് മുതലാണെന്ന് എനിക്ക് മനസ്സിലാവില്ല. കാരണം 72 രൂപ പെട്രോളിനുണ്ട്. ഞാൻ ഇതേപോലത്തെ ഒരു സാധനം ലാസ്റ്റ് കണ്ടത് എവിടെയായിരുന്നു? ഇപ്പോൾ പഠിച്ചവൻ എവിടെയാണ് ഞാൻ ലാസ്റ്റ് കണ്ടത്? എവിടെയായിരുന്നു ഞാൻ ഇങ്ങനത്തെ ജങ്കാർ ലാസ്റ്റ് ഞാൻ കണ്ടത്? ഇവിടെ നിന്നാണ്, പിന്നെ ആഫ്രിക്കൻ കൺട്രിയിൽ നിന്നാണ്. എവിടെയായിരുന്നു ഇപ്പോൾ? നമുക്ക് ഓർമ്മ കിട്ടുന്നില്ല കേട്ടോ. ഉഗാണ്ടന് മുമ്പ് ടാൻസാനിയ. യെസ്, ടാൻസാനിയയിലാണ് ഞാൻ ഇങ്ങനത്തെ കണ്ടത് ലാസ്റ്റ്. അപ്പോൾ ആൾക്കാരൊക്കെ ഇറങ്ങി. നമുക്കതെല്ലാം നമ്മുടെ വണ്ടി എടുത്തിട്ട് നമുക്ക് പോവാം. എല്ലാവരും ഇറങ്ങി വണ്ടികളൊക്കെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അങ്ങോട്ട് എൻട്രൻസ് ഉള്ളൂ കേട്ടോ. ജങ്കാറിൽ വണ്ടി ലാസ്റ്റ് ചെയ്തത് ഇറാനിന്നായിരുന്നേ. മീൻസ് ഞാൻ ദുബൈയിൽ നിന്ന് ഇറാനിലേക്ക് പോകുന്നു കേട്ടോ. ഓർമ്മയുണ്ടല്ലോ നിങ്ങൾക്ക്? ഓക്കെ, ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പുറത്തെ കാഴ്ചകൾ കാണാം. ഇതാണ് ഞാനിപ്പോൾ ഉള്ള ജങ്കാർ, എൻ്റെ വണ്ടിയുള്ളത്. പിന്നെ ഇവിടെ 2 എൻട്രൻസ് ഉണ്ട്. അപ്പുറത്തേക്കൂടെ എൻട്രൻസ് ഉണ്ട്, അതുപോലെ ഇതിലേക്കൂടെ എൻട്രൻസ് ഉണ്ട്. അപ്പം ഇതിപ്പോൾ അവിടെ എത്തിക്കാൻ ഇതങ്ങ് തുറന്നോളും. ഇതിലേക്കൂടെ ആൾക്കാർ പുറത്തിറങ്ങി ഇതിലേക്കൂടെ കയറും. അവിടെ നിങ്ങൾ തന്നെ തിരിച്ചു വന്നിട്ട് ഇവിടെ നിർത്തും. 2 സൈഡ് എൻട്രൻസ് ആയിട്ട് ഈ ജങ്കാർ തിരിക്കണം കേട്ടോ. ഇതേപോലെ സ്ട്രെയിറ്റിൽ പോയിട്ടും എടുത്താൽ മതി. ഓ, ഇനി ആകെ റൂമിലേക്ക് ഒരു 3 കിലോമീറ്റർ ഉള്ളൂ. റൂം പോയിട്ട് വേണം ഇന്നത്തെ വീഡിയോ മൊത്തം ഇരുന്ന് എഡിറ്റ് ചെയ്യണമെങ്കിൽ.
നിങ്ങളവിടെ വീഡിയോ കാണുമ്പോൾ ഞാനിവിടെ ട്രിപ്പിലായിരിക്കും. ശരിക്കും ട്രാവൽ ചെയ്യുന്നത് എനിക്ക് വേണ്ടിയിട്ടാണ്, ട്രാവൽ ചെയ്യുന്നതും ബൈക്ക് ഓടിക്കുന്നതൊക്കെ എനിക്ക് വേണ്ടിയിട്ടാണ്. പക്ഷേ അതിനായിട്ടുള്ള ക്യാമറ നോക്കി പിടിച്ചിട്ട് വീഡിയോ ചെയ്തത് ഒന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ടും നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടും, മറ്റൊന്ന് അതിലേക്കൂടെ പൈസ ഉണ്ടാക്കി എനിക്ക് ട്രാവൽ ചെയ്യാനും. ഇതാണ് സത്യാവസ്ഥ. അപ്പോൾ വീഡിയോ നല്ലവണ്ണം ഹാർഡ് വർക്ക് ചെയ്ത് ഉണ്ടാക്കുന്നത്. പലരും പറയുന്നുണ്ട് പണിക്ക് പോയിക്കൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ പണി തന്നെയാണ് ബ്രോ, ഭയങ്കര കഷ്ടപ്പാടാണ് കേട്ടോ. കാരണം ഇത് വ്ളോഗ് ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ എൻ്റെ ബാങ്കിൽ ഒരു 1 കോടി റുപ്യ ഉണ്ട് എങ്കിൽ എനിക്ക് വ്ളോഗ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനെന്ത് ചെയ്യും, വ്ളോഗ് ചെയ്യാതെ ഞാൻ ട്രിപ്പ് അടിക്കും നല്ല സുഖസുന്ദരമായിട്ട്. പക്ഷേ എൻ്റെ അടുത്ത് പൈസ ഇല്ല. എനിക്ക് പൈസ വേണമെങ്കിൽ എനിക്ക് ഇതുപോലെ വ്ളോഗ് ചെയ്തിട്ട് വീഡിയോ എടുത്തിടണം. അപ്പോൾ അതാണ്. അപ്പോൾ നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, നല്ലതാണ് ഇപ്പോൾ സൂപ്പർ ആവശ്യം. അങ്ങനെ നമ്മൾ മറുകരയിലെത്തി. അതിനിടയിലൊരു കപ്പൽ വേണ്ടോ, ആ കപ്പൽ പോയിട്ട് സംഭവം മൊത്തത്തിൽ ലാഞ്ചി. ഞാനാണെങ്കിൽ ആ മൂലൊക്കെ ഇരുന്ന് വീഡിയോ എടുക്കില്ലായിരുന്നു, കപ്പൽ പോകുന്നതിൻ്റെ വീഡിയോ. ബൈക്ക് അങ്ങനെ തന്നെ എടുത്തടിച്ച് പോകാൻ നോക്കി പുറയിലേക്കുന്ന ആൾക്കാർ വന്നിട്ട് ഹെൽപ്പ് ചെയ്തു. ഞാൻ അവരോട് നന്ദിയൊക്കെ പറഞ്ഞിട്ടുണ്ട്, അറിയുന്ന ഭാഷയിൽ. അപ്പോൾ ഇത് വേണ്ട, ഇവിടെ നിന്ന് എനിക്ക് 1.5 കിലോമീറ്റർ അടുത്ത് തന്നെ കേട്ടോ. അതിനിടയിൽ എൻ്റെ ബാറ്ററി പിന്നെയും തീർന്നു. ഞാനിപ്പോൾ ഈ ഒരു സമയം കൊണ്ട് ബാഗ് ട്രങ്ക് തുറന്ന് ബാറ്ററിയിൽ മാറ്റി. ഭയങ്കര രസമാണെന്നുള്ളത്. ഇപ്പോൾ ഇറങ്ങിയല്ല പുറത്തേക്ക്. പോമോനെ ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് എക്സിറ്റ് എടുത്ത് ലെഫ്റ്റിലേക്ക് കേട്ടോ പോണ്ടേ. അങ്ങനെ ഫൈനലി നമ്മളെ ഡെസ്റ്റിനേഷൻ എത്തി. ചെനാക്കലെ എന്ന് പറഞ്ഞ ഡെസ്റ്റിനേഷൻ എത്തി കേട്ടോ ഫൈനലി. ഇത് പക്ക ടൂറിസ്റ്റ് പ്ലേസാണ്. ഇത് കാണും മനസ്സിലായി ടൂറിസ്റ്റ് പ്ലേസ് ആണെന്നുള്ളത്. കാരണം ഇവിടെ നല്ല നിലത്തൊക്കെ നല്ല കല്ലൊക്കെ ഇട്ടിട്ടുണ്ടോ, അത് പഴയ കാലത്തിലെ പോലത്തെ നല്ല മൊഞ്ചാക്കി ഇട്ടിട്ടുണ്ട് ഇവിടെ. എനിക്ക് ഇവിടുന്ന് ലെഫ്റ്റാണ് കാണിക്കുന്നത്, പക്ഷേ ലെഫ്റ്റ് ടേണിങ് ഉണ്ട് ഇവിടുന്ന്. ഉണ്ട്, ഈ റൗണ്ട് അബൌട്ട് നിന്ന് ലെഫ്റ്റ് ടേണിങ് ഉണ്ട്. ഓ നല്ല സൗണ്ട് കേൾക്കുന്നില്ല, ഏതോ വണ്ടി. ഈ റോഡ് കണ്ടോ നിങ്ങൾ, മൊത്തം കല്ലിട്ടിട്ട് പാകിയിട്ടുണ്ട്. ഇവിടെ ടാറിങ് ഒന്നുമല്ല, നേരത്തെ പറഞ്ഞല്ലോ. പിന്നെ ബിൽഡിങ്സൊക്കെ കാണുമ്പോൾ കുറച്ച് പുരാതന ബിൽഡിങ്ങൊക്കെ പോലെ ഉണ്ട്. നമ്മൾ നാളെ എന്തായാലും ഈ ടൗണിൽ എക്സ്പ്ലോർ ചെയ്യും കേട്ടോ. പകൽ നാളത്തെ എപ്പിസോഡ് അതാ കാണാൻ പോകുന്നത്. ഈ ചെനാക്കലെ ഒരു വാക്ക് ചെയ്യാം നമുക്ക് ചെനാക്കലയിൽ കൂടി. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ട്രോയ് ഇല്ലേ, ട്രോയിൻ്റെ ഒന്ന് കാണാൻ പോവാം. അത് കഴിഞ്ഞിട്ട് മാത്രം അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകും. ഇതേ നമ്മുടെ മറ്റേ പ്രതിമ നാളെ വന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് ട്രോയ് ഗ്രീക്ക് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടൊരു പ്രതിമയാണ്. നാളെ ഞാൻ വന്ന് കാണിച്ചു തരും. നമുക്ക് ഇവിടെ നിന്ന് ലെഫ്റ്റ് ആവേണ്ടത്. ഇവിടെ നിന്ന് 1.5 കിലോമീറ്റർ തന്നെ ഉള്ളൂ. 1.5 കിലോമീറ്റർ ഉണ്ടാ ഗൂഗിൾ മാപ്പ് കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഇവിടുന്ന് ഇവിടെ എത്താനാണെന്ന് ഗൂഗിൾ മാപ്പ് എന്നോട് വളഞ്ഞിട്ടൊക്കെ പോകാൻ പറയും. എന്ത് പ്രാന്തായ ഗൂഗിൾ മാപ്പിന്, മാനസികം പിടിക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് പോവാ. Yeah. Here. Okay. Here. Okay. Safe. Okay.
ഓക്കെ, അപ്പം ഞാനിപ്പോൾ റൂമിലെത്തി. ഇതാണ് റൂം. ചെറിയ റൂമാണ്, ഒരാൾക്ക് കിടക്കാൻ പറ്റുന്ന കട്ടിലുണ്ട്. അതുപോലെ ഇത് ഇവിടെ ഒരു നല്ല വൃത്തിയുടെ ടോയ്ലറ്റ് ഉണ്ട്, ഷവറൊക്കെ ആയിട്ട്. ചെറിയ റൂമാണ്, വലിയ സൗകര്യം എന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഞാനിവിടെ സുഖവാസത്തിന് വന്നതല്ലേ, ഒരു ദിവസം കിടക്കാനല്ലേ, നമുക്കിവിടെ ഇത് ലഗേജ് വെക്കാനൊക്കെ ഉണ്ട്. ഇതിന് ഒരു ദിവസത്തേക്ക് റെൻ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ 100 തുർക്കിഷ് റിയാലാണ്, ഏകദേശം 1000 രൂപ. അപ്പോൾ 1000 രൂപക്ക് അതും നല്ല ടൂറിസ്റ്റ് ലൊക്കേഷനാണ്. അപ്പോൾ ഇവിടെ 1000 രൂപക്ക് റൂം എന്നൊക്കെ പറയുമ്പോൾ നല്ല ഇതാട്ടോ, കുഴപ്പമില്ല. ഇന്ന് ഞാനിപ്പോൾ 1:30 മണിക്കാണ് ഞാൻ അവിടെ നിന്ന് ഇസ്താംബൂളിൽ നിന്ന് വിട്ടത്. ഇപ്പോൾ സമയം ഇപ്പോൾ ഒരു 7 മണിയായി. അപ്പം 5:30-6 മണിക്കൂറിനടുത്ത് നമ്മൾ റൈഡ് ചെയ്തു. പക്ഷെ എന്തായാലും ഭയങ്കര ഹാപ്പി. കാരണം പ്രത്യേക ഇതൊന്നും ഇല്ല, എന്താ പറയുക, ടയർഡോ കാര്യങ്ങളൊന്നും. ആകെയുള്ളത് മുഖമൊക്കെ ചുവന്നു, ഇവിടെയൊക്കെ ചുവന്നു. കാരണം നല്ല തണുപ്പായതുകൊണ്ട് ഇവിടെയൊക്കെ ചുവക്കാതെ തുടങ്ങി. ഇനി അങ്ങോട്ട് കൂടുതൽ ചുവഞ്ഞ് മുഖമൊക്കെ ഒരു പരിവാവും. നാട്ടിൽ പോയിട്ട് എന്തായാലും ഷേവൊക്കെ ചെയ്യും, അപ്പം പിന്നെ കണക്കാം. പിന്നെ അതുപോലെ ഇവിടെ വന്ന് റൂമിൽ കയറി ഫസ്റ്റ് ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ ടോയ്ലറ്റ് പോയി മൂത്രമൊഴിക്കുക എന്നുള്ളതാണ്. കാരണം അത് വല്ലാത്തൊരു കുഴപ്പട്ടോ. ഈ ട്രിപ്പിനിടയിൽ മൂത്രമൊഴിക്കൽ എന്ന് വെച്ചാൽ കുറച്ച് പ്രശ്നമാണ്. ഈ റൈഡിങ് ഗിയർസൊക്കെ എല്ലാം അയച്ചിറക്കി പോകണം ബാക്കി പരിപാടി ചെയ്യണമെങ്കിൽ. അടുത്ത പരിപാടി എഡിറ്റിംഗ് ആണ്. അപ്പം ഇനി പറഞ്ഞ പോലെ തന്നെ ഇനിയിപ്പോൾ എഡിറ്റ് ചെയ്യാൻ പോവാണ്. നാളെ നിങ്ങൾ ചൊവ്വാഴ്ച കാണുന്ന എപ്പിസോഡാണ് തിങ്കളാഴ്ച എഡിറ്റ് ചെയ്യുന്നത്. ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്യുന്നതിന്, ഒരുപാട് നന്ദി കേട്ടോ സപ്പോർട്ട് ചെയ്യുന്നതിന്. അതിന് അടുത്തത് ചെനാക്കലിലെ കുറച്ച് കാഴ്ചകളുണ്ട്, ട്രോയ് ഉണ്ട്, അതുപോലെ ഇവിടുത്തെ ലോക്കൽ സിറ്റി വാക്കൊക്കെ നമുക്ക് ചെയ്യാം. ഓക്കെ, നല്ല ചെനാക്കലിലെ കാഴ്ചകളുമായിട്ട് അടുത്ത എപ്പിസോഡ് കാണാം. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.